ശ്രീ മാക്സിസ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? പലവിധ സാധ്യതകൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ വിമാനം റൺവേയിൽ നിന്ന് പറന്ന് ഉയർന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെയാണ് ഈ അപകടം സംഭവിക്കുന്നത്, വലിയ ദുരന്തമുണ്ടാകുന്നത്. അങ്ങയുടെ അനുഭവ പരിചയത്തിൽ ഈ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. ഇത് നമ്മളിത് ഈ വീഡിയോവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ടേക്ക് ഓഫിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ടേക്ക് ഓഫ് എയർക്രാഫ്റ്റിന്റെ എൻജിൻ പവർ ലൂസ് ചെയ്തായിട്ടാണ് കാണാൻ കഴിയുന്നത്. കാരണം വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് സാധാരണയായിട്ട് ചെയ്യേണ്ട ചില ചെക്കുകൾ, ഏകദേശം ഈ വൈറ്റ് ബോഡി വിമാനങ്ങൾക്ക് ഏകദേശം 40ഓളം ചെക്കുകൾ അടങ്ങിയ ഒരു ചെക്ക് ലിസ്റ്റ് പൈലറ്റും കോ പൈലറ്റും കൂടി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് ടേക്ക് ഓഫ് എന്ന പ്രോസസ്സ് തന്നെ ഇനീഷ്യേറ്റ് ചെയ്തത്. അപ്പൊ ആ സമയത്ത്, ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് പൈലറ്റും കോ പൈലറ്റും നോട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള സമയത്ത് ടേക്ക് ഓഫ് ചെയ്യാറില്ല. പക്ഷെ ഇത് ടേക്ക് ഓഫിന്റെ സമയത്ത് തൊട്ടു മുമ്പ് ഈ വിമാനത്തിന് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്ന് വേണം കരുതാം. കൂടാതെ ഈ വിമാനം രാവിലെ ഡൽഹിയിൽ നിന്ന് പറന്ന് അഹമ്മദാബാദ് വരെ വന്നാണ്. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ഫ്ലൈൻ ടൈം ഉണ്ട് ബിറ്റ്വീൻ ഡൽഹി ആൻഡ് അഹമ്മദാബാദ്. അപ്പോഴും ആ വിമാനത്തിന് തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെ, അതായത് നിലത്തുനിന്ന് പൊന്തുന്നത് വരെ കാര്യമായ ഒരു തകരാറും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ വീഡിയോ സൂചിപ്പിക്കുന്നത്. അതായത് സാധാരണ ടേക്ക് ഓഫിന് മുമ്പ് ഈ ഒരുപാട് കാൽക്കുലേഷൻസ് പൈലറ്റ് ചെയ്യാറുണ്ട്. എത്ര ലെങ്ത് വേണം ടേക്ക് ഓഫ് ചെയ്യാൻ എന്ന ഒരു കാൽക്കുലേഷൻസ്, അതുപോലെ ഏത് സ്പീഡിൽ വേണം ഈ ഇതൊരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. ശ്രീ OV മാക്സിസ് ആണ്, റിട്ടയർഡ് ATC ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. യന്ത്ര തകരാറുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹം മറ്റൊരു വാദം മുന്നോട്ട് വയ്ക്കുകയാണ്. വിമാനം പറന്നുയരുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ളതായി ആ ദൃശ്യങ്ങളിൽ നിന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. CCTV ദൃശ്യങ്ങളിലാണ് വിമാനം ഒന്ന് പൊന്തി ഉയർന്നതിന് ശേഷം പിന്നീട് താഴുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഇപ്പോൾ അനുമാനങ്ങൾ മാത്രമാണ് നിൽക്കുന്നത്. ശ്രീ OV മാക്സിസ്, ആ വിമാനത്തിന്റെ ദൃശ്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം ചില ഏവിയേഷൻ വിദഗ്ധരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യം, ഇതിന്റെ പറന്നുയരുന്ന സമയത്ത് വിങ്ങുകളിലെ ഫ്ലാപ്പുകൾ പ്രോപ്പർ ആയിരുന്നില്ല, മടങ്ങിയിരുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഫുൾ എഞ്ചിൻ പവറിലേക്ക് പോകാൻ പൈലറ്റ് ശ്രമിക്കാതിരുന്നത് എന്ന ചോദ്യം പലരും ഉന്നയിച്ച് കണ്ടിരുന്നു. ഒരു പോസിബിൾ ഹ്യൂമൻ എറർ എന്ന ആംഗിൾ കൂടി ഈ കാര്യത്തിൽ പരിശോധിക്കണോ? ഞാൻ ആ വാദത്തോട് യോജിക്കുന്നില്ല. കാരണം ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എലിവേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാപ്സ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ വിമാനത്തിന്റെ ആ ഷേപ്പ് തന്നെ എയറോ ഡൈനാമിക് ഷേപ്പാണ്. ആ നിശ്ചിത സ്പീഡിൽ എയർക്രാഫ്റ്റിന്റെ ആ ക്രിട്ടിക്കൽ സ്പീഡ്, അതായത് ഡിസിഷൻ സ്പീഡ് എത്തുമ്പോഴേക്കും അതിന്റെ ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ എയറിന്റെ ഫ്ലോ കൊണ്ട് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ നോസ് അപ്പാക്കുന്ന ഒരു പ്രോസസ് ചെയ്യുന്ന ഈ എലിവേറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് അപ്പാക്കി കഴിഞ്ഞാൽ ഇതൊരു ജെറ്റ് എഞ്ചിനാണ്. ജെറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന ന്യൂട്ടൺസിന്റെ 3rd ലോ പ്രകാരം ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം എഞ്ചിന്റെ ത്രസ്റ്റ് ആണ് വിമാനത്തെ മുന്നോട്ട് തള്ളുന്നത്. ഈ 2 എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ എഞ്ചിനാണ്. ഈവൻ ഈ ക്രിട്ടിക്കൽ വെലോസിറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാലും ഈ എയർക്രാഫ്റ്റ് അനായാസേന ടേക്ക് ഓഫ് ചെയ്യും. അത് എത്ര ഹൈറ്റ് വേണമെങ്കിൽ പറപ്പിക്കാൻ പറ്റും. 1 മണിക്കൂറോളം പറത്ത് വേണമെങ്കിൽ അടുത്ത എയർപോർട്ട് വരെ കൊണ്ടുപോയി സേഫായിട്ട് ലാൻഡ് ചെയ്യിക്കാൻ പറ്റും. അവിടെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ എയർക്രാഫ്റ്റ് സുഖമായിട്ട് അതിന്റെ ക്രിട്ടിക്കൽ വെലോസിറ്റി ഒരുപക്ഷെ അതൊരു 150 നോട്ട്സ് പെർ മിനിറ്റ് മണിക്കൂർ, 150 നോട്ടിക്കൽ മൈൽ പെർ മണിക്കൂർ, ആ ഒരു സ്പീഡ് അച്ചീവ് ചെയ്യുന്ന ആ സമയത്തായിരിക്കും ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇതിന്റെ ആ ഫ്ലൈറ്റ് റഡാർ പരിശോധിച്ചറിയാം, ഏകദേശം ആ മാക്സിമം അറ്റൈൻ ചെയ്ത സ്പീഡ് ഏകദേശം 174 നോട്ടിക്കൽ മൈൽസ് പെർ അവർ ആണ്. അപ്പൊ അതുവരെ എഞ്ചിൻ പവർ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇത് സംഭവിക്കുന്ന ഈ ടേക്ക് ഓഫിന് ശേഷം പെട്ടെന്ന് എഞ്ചിന്റെ പവർ ഇല്ലാതാകുകയും അത് തന്നെ ഇത് നമുക്ക് വിരൽ ചൂണ്ടുന്നത് എഞ്ചിന്റെ ഫെയിലിയർ ആണ്. ഈ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാലും ഒരു പ്രശ്നവുമില്ല. അതിൽ ഈ ഫ്ലാപ്പിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഈ ഫ്ലാപ്പ് ഒരുപക്ഷെ എയർക്രാഫ്റ്റ് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഈ ഫ്ലാപ്പിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം എയർക്രാഫ്റ്റിന്റെ ആറ്റിറ്റ്യൂഡ് 3 ഡിഗ്രി അപ്പാണ് നോസ്. ആ എഞ്ചിന്റെ ത്രസ്റ്റ് കൊണ്ട് ആ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ അതിന്റെ ആറ്റിറ്റ്യൂഡ് പിച്ച് കുറയ്ക്കാനോ കൂട്ടാനോ ചിലപ്പോൾ ഫ്ലാപ്പ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഹൈഡ്രോളിക് ഫെയിലിയർ വർക്ക് ചെയ്യുമെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷെ ഈ കേസിൽ ഒരിക്കലും സ്റ്റാൾ ചെയ്യാൻ മാത്രമുള്ള ഒരു ഫ്ലാപ്പ് സെറ്റിംഗ് അതിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു ക്ലിയർ കോൺഫിഗറേഷനിലാണ് ആ എയർക്രാഫ്റ്റ് സ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്ലാപ്പൊക്കെ എൻഗേജ് ചെയ്യാത്തൊരു പൊസിഷനിലാണ്. പിന്നെ ആ പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷവും ആ എയർക്രാഫ്റ്റിന്റെ ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ 3 ഡിഗ്രി നോസ് അപ്പ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതുപോലെ അണ്ടർ കാരേജ് റീറ്റെയിൻ ചെയ്യാത്ത ഒരു അപാകതയായിട്ട് ചില ആളുകൾ ചൂണ്ടിക്കാട്ടും. അതിനോട് ഞാൻ വിയോജിക്കുന്നു.
എന്താന്ന് പറഞ്ഞാൽ ഈ അണ്ടർ കാരേജ് ഡൗൺ അപ്പ് ചെയ്യാന്നുള്ള ആ പ്രോസസ് ഒരു 600 ഫീറ്റിൽ നിന്നും വളരെ കുറച്ച് പൈലറ്റ് മാത്രമേ ഇനീഷ്യേറ്റ് ചെയ്യുള്ളൂ. അതിപ്പോ ഒരു 1000 അടിയിലോ 1500 അടിയിലോ 2000 അടിയിലോ അത് റിട്രീവ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. അണ്ടർ കാരേജ് റിട്രീവ് ചെയ്യുന്നത് കുറച്ച് ഡ്രാഗ് കുറയ്ക്കാനും അതിന്റെ സ്പീഡ് കുറച്ച് ഇൻക്രീസ് ചെയ്യാനും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പല പൈലറ്റുകളും ഈ ഇത്തരമുള്ള റൺവേയിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഹോട്ട് ടെമ്പറേച്ചർ ടേക്ക് ഓഫ് ഈ ഘർഷണം മൂലം ടയറുകളിൽ ചൂടാകുകയും ആ ടയർ ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടി കുറച്ചധികം സമയം അത് പുറത്തു വെക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. അതിനുശേഷമാണ് റിട്രീവ് ചെയ്യുക. അപ്പൊ അതൊന്നും ഒരു ഫാക്ടറായിട്ട് ഞാൻ കാണുന്നില്ല. ഒറ്റ കാര്യം കൂടി ഉള്ളത് ശ്രീ മാക്സിസ്, ഇന്നലെ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഫ്ലൈ ചെയ്ത ഒരു ഉപഭോക്താവ് ഈ വിമാനത്തിലെ വീഡിയോകൾ ചിത്രീകരിക്കുകയും പിന്നീട് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അസ്വാഭാവികത തോന്നിയത് കൊണ്ടാണ് ഞാനത് ക്യാപ്ചർ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നല്ല കണ്ടീഷനിലുള്ള വിമാനമായിരുന്നില്ലേ എന്ന ചോദ്യവും പല ആളുകളുടെയും മനസ്സിലുണ്ട്. എനിക്ക് അതിനോടൊക്കെ യോജിക്കാൻ കഴിയില്ല. കാരണം ഒരു വിമാനത്തിന്റെ ഉള്ളിലിരുന്നിട്ട് അതിന്റെ എന്ത് സാങ്കേതിക കാര്യമാണ് ഒരു പാസഞ്ചർക്ക് ചിത്രീകരിക്കാൻ പറ്റുന്നത്? ഒരുപക്ഷെ അയാളുടെ അതിലെ എല്ലാ വിമാനങ്ങളിലും ഈ അന്താരാഷ്ട്ര വിമാനങ്ങളിലൊക്കെ എന്റർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. അത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തും പവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഞ്ചിന്റെ പവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓഫ് ചെയ്യാറുണ്ട്. അതിനെ പറ്റിയുള്ള കംപ്ലൈന്റ് ആയിരിക്കും. ഒരു പാസഞ്ചർ ഫെസിലിറ്റി ചിലപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നതിനെ പറ്റി ഒരു കംപ്ലൈന്റ് ആയിരിക്കും അദ്ദേഹം പോസ്റ്റ്. ഞാൻ ആ പോസ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല, അതിനെപ്പറ്റി അതുകൊണ്ട് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു സാങ്കേതിക പ്രശ്നം വിമാനത്തിൽ ഉണ്ടെന്ന് ഒരു പാസഞ്ചറിനും അല്ലെങ്കിൽ യാത്ര ചെയ്ത ഒരു എക്സ്പേർട്ടിന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ മുഖവിലക്കെടുക്കുന്നേ ഇല്ല.